സുഹൃത്തുക്കളെ, വാർദ്ധക്യം എന്നാൽ പെട്ടെന്ന് മുടി നരയ്ക്കുക, ശരീരം തളരുക, പല്ലുകൾക്ക് ബലക്ഷയം സംഭവിക്കുക, കവിളുകൾ ഒട്ടിപ്പോവുക, വേഗത്തിൽ ക്ഷീണം തോന്നുക, മുഖത്തെ പ്രസരിപ്പ് നഷ്ടപ്പെടുക, ദഹനപ്രവർത്തനം തകരാറിലാവുക, കാഴ്ചശക്തി കുറയുക തുടങ്ങിയവയാണ്. സാധാരണയായി ഈ ലക്ഷണങ്ങളെല്ലാം വാർദ്ധക്യാവസ്ഥയിലാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇന്ന് സ്ഥിതി അങ്ങനെയല്ല. യുവത്വത്തിൽ തന്നെ പല യുവാക്കളും ഇത്തരം വാർദ്ധക്യ ലക്ഷണങ്ങൾക്ക് ഇരയാകുന്നു. അതുകൊണ്ട് ഈ വിഷയം നമുക്കൊരു ബുദ്ധകഥയിലൂടെ മനസ്സിലാക്കാം. അതിനുമുമ്പ് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ നോട്ടിഫിക്കേഷൻ ഓളിൽ സെലക്ട് ചെയ്യുകയും ചെയ്യുക. അങ്ങനെയായാൽ ഞങ്ങളുടെ വരാനിരിക്കുന്ന വീഡിയോകളുടെ അറിയിപ്പ് നിങ്ങൾക്ക് ആദ്യം ലഭിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥ ആരംഭിക്കാം. സുഹൃത്തുക്കളെ, ഒരിക്കൽ മഹാത്മാബുദ്ധൻ ഒരു ചക്രവർത്തിയുടെ രാജസഭയിൽ ചെന്നിട്ട് ചോദിച്ചു, രാജാവേ പറയൂ, അങ്ങയുടെ പ്രജകൾ എങ്ങനെയുണ്ട്? രാജാവ് പറഞ്ഞു, ഹേ ഭഗവൻ, അങ്ങ് നൽകിയ ഉപദേശങ്ങൾ കാരണം എന്റെ രാജ്യത്തെ പ്രജകളിൽ 60 വയസ്സുള്ളവർ പോലും കാണാൻ 20 വയസ്സുള്ളവരെ പോലെ തോന്നിക്കുന്നു. എല്ലാവരുടെയും പ്രായം സ്തംഭിച്ചുപോയതുപോലെ തോന്നുന്നു. ഭഗവാനെ, എല്ലാവരും ആരോഗ്യമുള്ളവരാണ്. ഞങ്ങളുടെ രാജ്യത്ത് ആളുകൾ വിശ്രമിക്കുകയാണ്. കാരണം ആർക്കും മരുന്നിന്റെ ആവശ്യമില്ല. എല്ലാവരും പൂർണ്ണ ആരോഗ്യവാന്മാരാണ്. എന്റെ പ്രജകൾ വളരെ സന്തോഷത്തിലാണ്. സുഹൃത്തുക്കളെ, ഇന്നത്തെ കഥ വളരെ വിജ്ഞാനപ്രദമാണ്. അതുകൊണ്ട് ഈ കഥ അവസാനം വരെ തീർച്ചയായും കേൾക്കുക. കുറഞ്ഞ പ്രായത്തിൽ തന്നെ എന്തുകൊണ്ടാണ് വാർദ്ധക്യം വരുന്നത് എന്ന് ഈ കഥയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഗൗതമബുദ്ധനും ഒരു ചക്രവർത്തിയായിരുന്നു. എന്നാൽ അദ്ദേഹം എല്ലാം ത്യജിച്ച് ഒരു സന്യാസിയുടെ രൂപം സ്വീകരിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിനെല്ലാം അറിയാമായിരുന്നു നമ്മൾ എന്താണ് കഴിക്കേണ്ടത്, എങ്ങനെയുള്ള ദിനചര്യയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ മഹാത്മാബുദ്ധന്റെ 12 സുപ്രധാന നിയമങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിന്റെ മുഴുവൻ രഹസ്യം തന്നെ അറിയാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങളോട് വിനീതമായ ഒരപേക്ഷയുണ്ട്. ഈ കഥ മുഴുവനായും ശ്രദ്ധയോടെ കേൾക്കുകയും ഈ 12 കാര്യങ്ങൾ കേട്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. ഈ 12 ഉപദേശങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരിക്കലും രോഗിയാവുകയില്ല, വാർദ്ധക്യം നിങ്ങളെ തൊടുക പോലുമില്ല. സുഹൃത്തുക്കളെ, ഓരോ കാര്യവും നിങ്ങളുടെ മനസ്സിൽ പതിയുന്നതിനും അത് ജീവിതത്തിൽ പകർത്തുന്നതിനുമായി നമുക്കിത് ഒരു കഥയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് കഥ തുടങ്ങാം. കുറെ കാലങ്ങൾക്ക് മുൻപ് ഒരു രാജ്യത്ത് ഭാദർ സിംഗ് എന്നു പേരുള്ള ഒരു രാജാവ് താമസിച്ചിരുന്നു. രാജാവ് വളരെ ദയാലുവും ദാനശീലനും നീതിമാനുമായിരുന്നു. അദ്ദേഹത്തിന് അതിസുന്ദരികളായ 2 രാജ്ഞിമാരുണ്ടായിരുന്നു. ആ രാജ്ഞിമാരും രാജാവിന്റെ സ്വഭാവം പോലെ തന്നെ വളരെ ഭക്തിയുള്ളവരായിരുന്നു. രാജാവ് എത്രത്തോളം നീതിമാനായിരുന്നുവെന്നാൽ അദ്ദേഹത്തിന്റെ പ്രജകൾക്ക് ഒരിക്കലും ദുഃഖം അനുഭവിക്കേണ്ടി വന്നിരുന്നില്ല. കാരണം രാജാവ് തന്റെ മന്ത്രിസഭയിൽ 9 മന്ത്രിമാരെ നിയമിച്ചിരുന്നു. ഓരോരുത്തർക്കും ഓരോ വകുപ്പുകൾ വീതിച്ചു നൽകിയിരുന്നു. പ്രജകളുടെ ഭക്ഷണകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അവരോട് പറഞ്ഞിരുന്നു. ആരെങ്കിലും തങ്ങളുടെ ജോലിയിൽ അശ്രദ്ധ കാണിച്ചാൽ അവർക്ക് വധശിക്ഷ നൽകുമെന്ന് കർശനമായ നിർദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ട് മന്ത്രിസഭയിലെ മന്ത്രിമാർ വളരെ ആത്മാർത്ഥതയോടെ ജോലി ചെയ്തു. രാജാവിനെ എന്തെങ്കിലും നീതി നടപ്പിലാക്കണമെങ്കിൽ ഒരിക്കലും അദ്ദേഹം ഒരു പക്ഷത്തുനിന്ന് മാത്രം ചിന്തിച്ച് വിധിക്കില്ലായിരുന്നു. 2 പക്ഷത്തെയും പ്രശ്നങ്ങൾ വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കി 2 കൂട്ടരുടെയും വാദങ്ങൾ കേട്ടതിനുശേഷം നിഷ്പക്ഷമായ വിധിയാണ് അദ്ദേഹം നൽകിയിരുന്നത്. അങ്ങനെ രാജാവിന്റെ രാജ്യത്തെ മുഴുവൻ പ്രജകളും വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു. രാജാവ് എല്ലാ ആഴ്ചയും രാജ്യത്തൊരിക്കൽ ചുറ്റിക്കറങ്ങുമായിരുന്നു. രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും സഭയിലേക്ക് വിളിക്കുമായിരുന്നു. ആരുടെ വീട്ടിൽ എത്ര ധാന്യമുണ്ട്, ആരുടെയെങ്കിലും വീട്ടിൽ ഭക്ഷണമുണ്ടോ ഇല്ലയോ എന്നൊക്കെ രാജാവ് അന്വേഷിച്ചിരുന്നു. പ്രജകൾ സുഖകരമായ ജീവിതം നയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ രാജ്യം വളരെ നന്നായി മുന്നോട്ടുപോയി. എല്ലാ പ്രജകളും സന്തുഷ്ടരായിരുന്നു. ഈ സന്തോഷം കാരണം പ്രജകൾ എപ്പോഴും രാജാവിനെ പ്രശംസിച്ചിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം സഭ കൂടുകയായിരുന്നു. അപ്പോൾ ആ സഭയിലേക്ക് ഒരു കർഷകനും അദ്ദേഹത്തിന്റെ ഭാര്യയും വന്നിട്ട് പറഞ്ഞു, മഹാരാജാവേ, ഞങ്ങൾക്ക് വളരെ വലിയൊരു പ്രശ്നമുണ്ട്. ദയവായി അങ്ങ് ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണണം. രാജാവ് ചോദിച്ചു, പറയൂ, എന്താണ് കാര്യം? കർഷകൻ പറഞ്ഞു, എനിക്ക് 2 ആൺമക്കളാണ്. അവരുടെ പ്രായം വളരെ കുറവാണ്. കൂടിയാൽ 26-28 വയസ്സേ കാണൂ. പക്ഷെ അവരെ കണ്ടാൽ 60 വയസ്സ് കഴിഞ്ഞവരെ പോലെ തോന്നിക്കും. അവരുടെ തലയിലെ മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. വയറു പുറത്തേക്ക് ചാടുന്നു. അവർ വളരെ അലസന്മാരായി മാറിയിരിക്കുന്നു. ഒരു ജോലിയും ചെയ്യുന്നില്ല. ഞങ്ങൾ പലയിടത്തും ചികിത്സ നടത്തി, പക്ഷെ ഒരു ഫലവുമുണ്ടായില്ല. രാജാവ് പറഞ്ഞു, ശരി. അദ്ദേഹം തന്റെ മന്ത്രിയോട് ആജ്ഞാപിച്ചു, മന്ത്രി, നമ്മുടെ രാജവൈദ്യനെക്കൊണ്ട് ഈ കർഷകന്റെ മക്കളെ ചികിത്സിക്കൂ. അതിനു വരുന്ന ചെലവുകളെല്ലാം രാജഖജനാവിൽ നിന്ന് നൽകണം. മന്ത്രി അപ്രകാരം ചെയ്തു. രാജവൈദ്യൻ കർഷകന്റെ 2 മക്കളെയും രാജഖജനാവിലെ ചെലവിൽ ചികിത്സിച്ചു. കുറേ നാളത്തെ ചികിത്സയ്ക്ക് ശേഷം ആ കർഷകൻ വീണ്ടും സഭയിൽ ഹാജരായി പറഞ്ഞു, മഹാരാജാവേ, യാതൊരു ആശ്വാസവുമില്ല. എന്റെ മക്കൾ പഴയതുപോലെ തന്നെയാണ്. രാജാവ് പറഞ്ഞു, ശരി, നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കാം. ഇതിനെക്കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഗ്രാമത്തിൽ നിന്ന് ഒരു ഭർത്താവും ഭാര്യയും കരഞ്ഞുകൊണ്ടുവന്നു. അവരും ഇതേ പ്രശ്നത്തിന് പരിഹാരം തേടിയാണ് വന്നത്. പിന്നീട് പതിയെ സഭ നടക്കുമ്പോൾ തന്നെ ഗ്രാമത്തിലെ പകുതിയിലധികം ആളുകൾ ഓരോരുത്തരായി അവിടെ എത്തി. രാജാവ് ആശയക്കുഴപ്പത്തിലായി. അദ്ദേഹം ഉടൻ തന്നെ അടിയന്തര യോഗം വിളിച്ചു.
രാജ്യത്തെ എല്ലാ വൈദ്യന്മാരെയും വിളിപ്പിക്കൂ. എന്താണ് ഇങ്ങനെയൊരു പ്രശ്നം? എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ എല്ലാ യുവാക്കളും ഇങ്ങനെയാകുന്നതെന്ന് പരിശോധിക്കൂ. ഈ പ്രശ്നത്തെക്കുറിച്ച് വിശദമായ ഗവേഷണം നടത്താൻ രാജാവ് കർശനമായി ഉത്തരവിട്ടു. എത്രയും വേഗം നടപടിയെടുക്കാനും രാജ്യത്തെ ഓരോ വീടുകളിലും പോയി ഇതിന്റെ കാരണം കണ്ടെത്താനും അദ്ദേഹം നിർദ്ദേശിച്ചു. പ്രസിദ്ധരായ എല്ലാ വൈദ്യന്മാരെയും വിളിപ്പിച്ചു. ഒരു അടിയന്തര യോഗം ചേർന്നു. ആ യോഗത്തിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു. രാജാവ് എല്ലാ വൈദ്യന്മാരോടും പറഞ്ഞു, നിങ്ങൾക്ക് 10 ദിവസത്തെ സമയമുണ്ട്. ഈ 10 ദിവസത്തിനുള്ളിൽ രാജ്യത്തെ ഓരോ വീട്ടിലെയും അസുഖത്തെക്കുറിച്ച് കണ്ടെത്തണം. ഏതു രോഗമാണിത്, അല്ലെങ്കിൽ എന്ത് കഴിച്ചിട്ടാണ് ഈ അസുഖം വരുന്നത്? ഈ അസുഖത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തുന്ന രാജവൈദ്യന് ഉചിതമായ സമ്മാനമായി ഒരു രാജ്യം തന്നെ നൽകും. എല്ലാ വൈദ്യന്മാരും വളരെ ആത്മാർത്ഥമായി ജോലിയിൽ പ്രവേശിച്ചു. വീടുകൾ തോറും കയറിയിറങ്ങി 10 ദിവസം രാവും പകലും അന്വേഷണം നടത്തി. അങ്ങനെ 10 ദിവസത്തിനു ശേഷം സഭ കൂടിയപ്പോൾ എല്ലാ രാജവൈദ്യന്മാരും രാജ്യത്തെ ജനങ്ങളും അവിടെ ഒത്തുകൂടി. രാജാവ് ഓരോരുത്തരോടായി ചോദിച്ചു. എല്ലാ രാജവൈദ്യന്മാരും തങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. മഹാരാജാവേ, ഞങ്ങൾ പൂർണ്ണമായി അന്വേഷിച്ചു. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ ചികിത്സിക്കുകയും ചെയ്തു. പക്ഷേ ആർക്കും ആശ്വാസം ലഭിക്കുന്നില്ല. അപ്പോൾ വളരെ പ്രായം ചെന്ന ഒരു രാജവൈദ്യൻ എഴുന്നേറ്റു. അദ്ദേഹത്തിന് ഏകദേശം 125 മുതൽ 130 വരെ വയസ്സ് പ്രായം കാണും. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നിഗമനവും അനുഭവവും വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ജീവിതശൈലിയിലും ഭക്ഷണരീതിയിലും എന്തോ കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. പക്ഷേ ഇതിനൊരു കൃത്യമായ മറുപടി ഞങ്ങളുടെ പക്കലില്ല. ആ വൃദ്ധനായ രാജവൈദ്യന്റെ വാക്കുകൾ കേട്ട് രാജാവ് ചിന്തയിലാണ്ടു. 130 വയസ്സുള്ള മുതിർന്ന വൈദ്യനാണ് ഇത് പറയുന്നത്. രാജാവ് ചോദിച്ചു, എങ്കിൽ ഇതിനൊരു പരിഹാരമെന്താണ്? ഇതിന്റെ പരിഹാരവും താങ്കൾ തന്നെ പറയൂ. കാരണം കഴിഞ്ഞ 1 മാസമായി ഞങ്ങളിതിൽ ആകുലരാണ്. 1 മാസമായി എന്റെ പ്രജകൾ കഷ്ടപ്പെടുന്നു. ഇതുകണ്ട് ഞങ്ങൾക്കും വിഷമമാകുന്നു. എന്റെയും മുടി കൊഴിയാൻ തുടങ്ങിയിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ രാജ്ഞിമാരും രാജകുമാരന്മാരും രാജകുമാരിമാരും എല്ലാവരും ഈ പ്രശ്നത്തിൽ വലയുകയാണ്. ഇതിനൊരു പരിഹാരം പറയൂ. അപ്പോൾ ആ രാജവൈദ്യൻ കൈകൂപ്പി എഴുന്നേറ്റ് രാജാവിനോട് പറഞ്ഞു, രാജാവേ, ക്ഷമിക്കണം, ഞങ്ങളുടെ അടുത്തു ഇതിനൊരു പരിഹാരമില്ല. അദ്ദേഹം തുടർന്നു, ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഒരാളുടെ പക്കൽ മാത്രമേയുള്ളൂ. ആ വ്യക്തിയെ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങയുടെ രാജ്യത്തെ എല്ലാ പ്രശ്നങ്ങളും തീരും. എല്ലാ അസുഖങ്ങളും എന്നേക്കുമായി അവസാനിക്കും. അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കും ഇതിനൊരു പരിഹാരമില്ല. രാജാവ് ചോദിച്ചു, വൈദ്യരെ, വേഗം പറയൂ. ഈ നല്ല കാര്യത്തിന് ഇനി വൈകിക്കരുത്. ആ മഹാപുരുഷന്റെ, ആ ജ്ഞാനിയുടെ പേര് എനിക്ക് വേഗം പറഞ്ഞു തരൂ. നമ്മൾ അദ്ദേഹത്തെ നമ്മുടെ രാജ്യത്തേക്ക് ക്ഷണിക്കും. രാജവൈദ്യൻ പറഞ്ഞു, ക്ഷമിക്കണം മഹാരാജാവേ, അദ്ദേഹം ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. എന്നാൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് അദ്ദേഹത്തിന്റെ ഉപദേശം നടക്കുന്നുണ്ടാകും. മഹാത്മാബുദ്ധൻ ഏത് രാജ്യത്താണുള്ളത്, എവിടെയാണ് അദ്ദേഹത്തിന്റെ ഉപദേശം നടക്കുന്നത് എന്ന് കണ്ടെത്താൻ അങ്ങയുടെ ഭടന്മാരെ എല്ലാ രാജ്യങ്ങളിലേക്കും അയക്കുക. അദ്ദേഹത്തിന്റെ കൈവശം മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമുള്ളൂ. മറ്റാരുടെ പക്കലും ഇതിന് പരിഹാരമില്ല. രാജവൈദ്യന്റെ വാക്കുകൾ കേട്ട ഉടൻ തന്നെ രാജാവ് തന്റെ ഏറ്റവും കഴിവുള്ള മന്ത്രിയോട് ആജ്ഞാപിച്ചു, എത്രയും വേഗം മഹാത്മാബുദ്ധനെ കണ്ടെത്തണം. അദ്ദേഹത്തെ ആദരവോടെ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരണം. ഇത് നമ്മുടെ കർശനമായ ഉത്തരവാണ്. ഇതിനായി എത്ര ചാരന്മാരെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ സമയത്ത് മഹാത്മാബുദ്ധന്റെ ഉപദേശം എവിടെയാണ് നടക്കുന്നതെന്ന് വേഗം കണ്ടെത്തണം. അദ്ദേഹം തീർച്ചയായും വരും. അദ്ദേഹത്തിന് നമ്മുടെ സന്ദേശം നൽകുക. ചക്രവർത്തി വിളിക്കുന്നു എന്ന് പറയുക. അദ്ദേഹം വരുന്നില്ലെങ്കിൽ എന്നോട് പറയൂ. ഞാൻ തന്നെ എന്റെ പ്രശ്നങ്ങളുമായി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകും. മന്ത്രിമാർ ഉടൻ തന്നെ 4 ദിക്കുകളിലേക്കും യാത്ര തിരിച്ചു. കഠിനമായ പരിശ്രമത്തിനു ശേഷം മഹാത്മാബുദ്ധൻ വളരെ അകലെ ഒരിടത്ത് ഉപദേശം നൽകുന്നുണ്ടെന്ന് അവർക്ക് വിവരം ലഭിച്ചു. മന്ത്രി അവിടെയെത്തി ബുദ്ധനെ വണങ്ങിപ്പറഞ്ഞു, ഭഗവാനേ, ഞങ്ങളുടെ രാജാവ് അങ്ങയെ വിളിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്ത് വലിയൊരു രോഗം വന്നിരിക്കുന്നു. ദയവായി അങ്ങ് ഞങ്ങളുടെ കൂടെ വരാൻ തയ്യാറാകണം. മഹാത്മാബുദ്ധൻ വളരെ ദയാലുവും പ്രസന്നവദനനുമായിരുന്നു. ഈ ഭൂമിയിലെ ഓരോ ജീവിയും ആരോഗ്യത്തോടെയും രോഗമില്ലാതെയും ഇരിക്കണം. ആരുടെയും മനസ്സിൽ ചതിയും വഞ്ചനയും ഉണ്ടാകരുത്. ആരും ദുഃഖിതരാകരുത്. എല്ലാവരും ചിരിച്ചുകൊണ്ട് ജീവിക്കണമെന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഉപദേശം. ഭടന്മാരുടെ വാക്കുകൾ കേട്ട ഉടൻ അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ട് വന്നുകൂടാ? നമുക്ക് ഉടൻ പുറപ്പെടാം. അങ്ങനെ മഹാത്മാബുദ്ധൻ ആ മന്ത്രിയോടൊപ്പം രാജ്യത്തേക്ക് വരാൻ തയ്യാറായി. അദ്ദേഹത്തോടൊപ്പം ശിഷ്യന്മാരും വന്നു. രാജാവ് മഹാത്മാബുദ്ധനെ ദർബാറിലേക്ക് സ്വാഗതം ചെയ്തു. അദ്ദേഹത്തെ വണങ്ങിക്കൊണ്ട് ആദരവോടെ സ്വീകരിച്ചു. രാജാവ് മഹാത്മാബുദ്ധനോട് പറഞ്ഞു, ഭഗവാനെ, ഞങ്ങളുടെ പ്രജകൾ വളരെ സന്തോഷമുള്ളവരായിരുന്നു. പക്ഷേ ഇന്ന് അവരുടെ മേൽ വലിയൊരു ആപത്ത് വന്നിരിക്കുന്നു. അവരുടെ മേൽ ഒരു ആപത്ത് വന്നാൽ അത് ഞങ്ങളുടെ മേൽ വന്നതുപോലെയാണ്. ഇവർ പ്രജകളല്ല, ഞങ്ങളുടെ കുടുംബാംഗങ്ങളാണ്. ദയവായി അങ്ങ് ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. മഹാത്മാബുദ്ധൻ രാജാവിന്റെ പ്രശസ്തി നേരത്തെ കേട്ടിരുന്നു. രാജാവിന്റെ ചിന്തകളിലും വിചാരങ്ങളിലും ബുദ്ധൻ ആകൃഷ്ടനായി. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് രാജാവിനോട് പറഞ്ഞു, എന്തുകൊണ്ട് പറ്റില്ല? ഇതൊന്നുമില്ല, എല്ലാം ശരിയാകും. ഈ പ്രശ്നങ്ങൾ ആളുകൾ സ്വയം വരുത്തിവെച്ചതാണ്. ഇത് കേട്ട് രാജാവ് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭഗവാനേ, ഇത്രയും വലിയ പ്രശ്നമാണ്, അങ്ങ് പറയുന്നു പ്രശ്നമൊന്നുമില്ലെന്ന്. രാജാവ് പറഞ്ഞു, ശരി ഗുരുവേ, എങ്ങനെയെങ്കിലും അങ്ങ് ഞങ്ങളുടെ പ്രജകളെ സുഖപ്പെടുത്തൂ.
മഹാത്മാ ബുദ്ധന്റെ മുന്നിൽ ഒരു ശിഷ്യൻ നിൽക്കുന്നുണ്ടായിരുന്നു. ബുദ്ധൻ ആ ശിഷ്യന്റെ നേരെ നോക്കി ആംഗ്യം കാണിച്ചു. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, രാജാവേ, ഞങ്ങൾക്ക് അങ്ങയുടെ രാജ്യത്ത് തുറസായ ഒരു സ്ഥലം നൽകണം. അവിടെ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഒത്തുകൂടാൻ കഴിയണം. അവിടെ പ്രകൃതിദത്തമായ വെയിലും കാറ്റും ലഭിക്കുന്ന നല്ല അന്തരീക്ഷമുള്ള ഒരു സ്ഥലമായിരിക്കണം. അവിടെ വെച്ച് നാളെ പുലർച്ചെ 4 മണിക്ക് ജനങ്ങൾക്ക് ചികിത്സ നൽകും. പക്ഷേ ചികിത്സ നൽകുന്നതിനു മുൻപ് അങ്ങ് രാജ്യത്തൊരു ഉത്തരവ് നടപ്പിലാക്കണം. ആ സ്ഥലത്ത് അങ്ങയുടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അങ്ങ് തന്നെയും ഹാജരാകണം. നാളെ മുതൽ എല്ലാവർക്കും ഉപദേശം നൽകിത്തുടങ്ങും. ഈ ഉപദേശം 12 ദിവസം നീണ്ടുനിൽക്കും. 12 ദിവസം ഓരോന്നായി ഉപദേശം നൽകും. ഈ 12 ദിവസത്തിനുള്ളിൽ അങ്ങയുടെ മുഴുവൻ പ്രജകളും ആരോഗ്യവാന്മാരാകും. ശിഷ്യന്റെ വാക്കുകൾ കേട്ട് രാജാവിന് വലിയ സന്തോഷമായി. വെറും 12 ദിവസം കൊണ്ട്. രാജാവ് പറഞ്ഞു, ശരി, എന്ത് ചെലവ് വന്നാലും അത് രാജഖജനാവിൽ നിന്ന് നൽകും. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ഒരു ചെലവും വരില്ല മഹാരാജാവേ, അങ്ങ് നിശ്ചിന്തനായിരിക്കൂ. അങ്ങ് പ്രജകൾക്ക് കർശനമായ നിർദ്ദേശം നൽകിയാൽ മതി. 4 മണിക്ക് എഴുന്നേറ്റ് വരാത്തവർക്ക് ശിക്ഷ ലഭിക്കുമെന്ന്. രാജാവ് ആ ഉത്തരവ് നടപ്പിലാക്കി. നാളെ രാവിലെ എല്ലാവരും അവിടെ എത്തണമെന്ന് പറഞ്ഞു. രാജാവ് വളരെ നല്ലൊരു സ്ഥലം നിശ്ചയിച്ചു. നാളെ മുഴുവൻ പ്രജകളും അവിടെ വരണമെന്നും ഞാനും അവിടെ വരുമെന്നും അവിടെ വെച്ച് മഹാത്മാബുദ്ധന്റെ വാക്കുകൾ കേൾക്കണമെന്നും രാജാവ് പറഞ്ഞു. ബുദ്ധൻ പറയുന്നതുപോലെ അനുസരിക്കണം. ഞങ്ങളുടെ എല്ലാ ചാരന്മാരും എല്ലാവരുടെയും വീടുകൾ നിരീക്ഷിക്കും. ആരെങ്കിലും ഉപദേശം പാലിക്കാതിരുന്നാൽ അവരെ സഭയിൽ വെച്ച് ശിക്ഷിക്കും. ഈ കാര്യങ്ങളെല്ലാം പ്രഖ്യാപിച്ചപ്പോൾ മുഴുവൻ പ്രജകളും രാജാവിനെ വണങ്ങിപ്പറഞ്ഞു, ഇല്ല മഹാരാജാവേ, ഞങ്ങളെല്ലാവരും അവിടെ തീർച്ചയായും ഉണ്ടാകും. മഹാത്മാബുദ്ധനെ എല്ലാവരും വണങ്ങി അവിടെ നിന്ന് പോയി. അന്നത്തെ സഭ അവിടെ പിരിഞ്ഞു. പിറ്റേന്ന് മഹാത്മാബുദ്ധന്റെ പ്രഭാഷണം നടക്കാൻ പോവുകയായിരുന്നു. എല്ലാവരും പുലർച്ചെ 4 മണിക്ക് ബുദ്ധന്റെ പ്രഭാഷണം കേൾക്കാനെത്തിച്ചേർന്നു. സഭയിൽ വെച്ച് മഹാത്മാബുദ്ധൻ തന്റെ ശിഷ്യനോട് ജനങ്ങളോട് പറയാൻ ആംഗ്യം കാണിച്ചു. ശിഷ്യൻ തന്റെ സ്ഥാനത്തുനിന്ന് എഴുന്നേറ്റ് പറഞ്ഞു, നാളെ മുതൽ രാജ്യത്തെ എല്ലാവരും രാവിലെ 4 മണിക്ക്, അതായത് ബ്രഹ്മമുഹൂർത്തം ആരംഭിക്കുമ്പോൾ എഴുന്നേൽക്കണം. എഴുന്നേറ്റ ഉടൻ 2-3 ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കണം. ആ ചൂടുവെള്ളം മൺപാത്രത്തിൽ വെച്ച് ഓരോ ഇറക്കായി സിപ്പ് ബൈ സിപ്പ് വേണം കുടിക്കാൻ. ഇത് അനുസരിക്കാത്തവർക്ക് അസുഖം ഭേദമാവില്ല. ഇതായിരുന്നു മഹാത്മാബുദ്ധന്റെ ആദ്യത്തെ ഉപദേശം. ഈ ആദ്യ ഉപദേശം പാലിക്കണം. നാളെ 2ാമത്തെ ഉപദേശം നൽകും. നാളെ ഈ ഉപദേശം പാലിച്ച് എല്ലാവരും വരണം. സഭ അവിടെ അവസാനിച്ചു. പിറ്റേന്ന് എല്ലാവരും സമയത്തിന് അവിടെ എത്തിച്ചേർന്നു. മഹാത്മാബുദ്ധൻ ചോദിച്ചു, എന്തായി, എത്രപേർ ഇത് പാലിച്ചു? എല്ലാവരും കൈ ഉയർത്തി പറഞ്ഞു, ഞങ്ങളിത് പാലിച്ചു. ഇന്ന് ഞങ്ങൾക്ക് വലിയ ആശ്വാസം ലഭിച്ചു. ഞങ്ങളുടെ വയർ നന്നായി ശുദ്ധമായി. ശരീരത്തിന് നല്ല ലഘുത്വം തോന്നുന്നു. ഞങ്ങൾ പൂർണ്ണ ആരോഗ്യവാന്മാരായി തോന്നുന്നു. മഹാത്മാബുദ്ധൻ ശിഷ്യനോട് പറയാൻ പറഞ്ഞു. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ഇനി 2ാമത്തെ ഉപദേശം. എല്ലാവരും നടക്കാൻ പോകണം. 2 മുതൽ 3 കിലോമീറ്റർ വരെ നടക്കണം. അതിൽ യുവാക്കളായ കുട്ടികൾ ഓടണം. 40 മുതൽ 50 വരെ വയസ്സുപ്രായമുള്ള സാധാരണക്കാർ വേഗത്തിൽ നടക്കണം. 1 സെക്കൻഡിൽ 1 ചുവട്, 1 മിനിറ്റിൽ 60 ചുവട് എന്ന കണക്കിൽ ഓടാൻ കഴിയുന്നവർ ഓടണം. അമിത വേഗത്തിൽ ഓടേണ്ട. തങ്ങളുടെ കഴിവനുസരിച്ച് 2 മുതൽ 3 വരെ കിലോമീറ്റർ മാത്രം മതി. അതായിരുന്നു 2ാം ദിവസത്തെ ഉപദേശം. പിറ്റേന്ന് വീണ്ടും സഭ കൂടി. സഭയിൽ ശിഷ്യൻ ചോദിച്ചു, ആദ്യത്തെ 2 ദിവസത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോ? എല്ലാവരും കൈ ഉയർത്തി സമ്മതം അറിയിച്ചു. ശിഷ്യൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പോൾ എന്തു തോന്നുന്നു? അവർ പറഞ്ഞു, ഗുരുവേ, ഞങ്ങൾക്ക് ഇപ്പോൾ അസുഖമൊന്നും ഇല്ലാത്തതുപോലെ തോന്നുന്നു. ശിഷ്യൻ വീണ്ടും പറഞ്ഞു, ഇനി എല്ലാവരും യോഗ ചെയ്യണം. പ്രാണായാമം അവരവരുടെ കഴിവനുസരിച്ച് ചെയ്യണം. അതിൽ അനുലോമവിലോമം ഉൾപ്പെടുത്തണം. അനുലോമവിലോമം എങ്ങനെ ചെയ്യണം, സൂര്യനമസ്കാരം എങ്ങനെ ചെയ്യണം എന്നെല്ലാം ആ ശിഷ്യൻ എല്ലാവർക്കും പറഞ്ഞുകൊടുത്തു. എല്ലാവരും കുറഞ്ഞത് 30 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ ഇത് ദിവസവും ചെയ്യണം എന്ന് പറഞ്ഞു. അന്നത്തെ സഭയും അവസാനിച്ചു. പിറ്റേന്ന് വീണ്ടും സഭ കൂടി. എല്ലാവരും ഹാജരായി. എല്ലാവരോടും ദിനചര്യയെക്കുറിച്ച് ചോദിച്ചു. ആർക്കൊക്കെ എത്രത്തോളം ഫലം ലഭിച്ചു? എല്ലാവരും പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾക്ക് അസുഖമൊന്നുമില്ലാത്തതുപോലെ തോന്നുന്നു. അലാറം വെക്കേണ്ടി വരുന്നില്ല. ഞങ്ങളെ ആരും വിളിച്ചുണർത്തേണ്ടി വരുന്നില്ല. 4 മണിക്ക് തന്നെ ഞങ്ങളുടെ കണ്ണുകൾ തനിയെ തുറക്കുന്നു. ഇത് കേട്ട് മഹാരാജാവിന് വലിയ സന്തോഷമായി. പണം മുടക്കാതെ തന്നെ പ്രജകൾ സുഖപ്പെടുന്നു. ഇതൊരു അത്ഭുതം തന്നെ. രാജാവ് സന്തോഷത്തോടെ ബുദ്ധനെ വണങ്ങി പറഞ്ഞു, ഭഗവാനെ, അങ്ങ് ഞങ്ങളുടെ രാജ്യത്ത് തന്നെ താമസിക്കൂ. ഇവിടെ നിന്ന് പോകരുത്. മഹാത്മാബുദ്ധൻ പുഞ്ചിരിച്ചു. കാരണം എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക എന്നതാണല്ലോ അദ്ദേഹത്തിന്റെ സ്വഭാവം. അദ്ദേഹം ഒന്നിനെക്കുറിച്ചും ആകുലപ്പെട്ടിരുന്നില്ല. പിന്നെ ശിഷ്യൻ പറഞ്ഞു, ഇപ്പോൾ എല്ലാവരും പ്രാണായാമവും യോഗയുമെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായി ചെയ്യേണ്ട കാര്യം ഇതാണ്. എല്ലാവരും 300 ഗ്രാം ആപ്പിൾ കഴിക്കണം. അതിൽ കൂടുതൽ കഴിക്കാം, പക്ഷേ കുറയാൻ പാടില്ല. അതിനുശേഷം എല്ലാവരും അവരവരുടെ ജോലികൾ ചെയ്യുക. അന്നത്തെ ഉപദേശവും അവസാനിച്ചു. സഭ പിരിഞ്ഞു. പിറ്റേന്ന് എല്ലാവരും വന്നു. ആർക്ക് എത്ര ആശ്വാസമുണ്ട് എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ പൂർണ്ണമായി സുഖം പ്രാപിച്ചു. ശിഷ്യൻ പറഞ്ഞു, ഇല്ല, ഇനിയും ബാക്കിയുണ്ട്. പകുതി നിയമങ്ങളെ ആയിട്ടുള്ളൂ. മുഴുവൻ നിയമങ്ങളും പാലിച്ചാൽ നിങ്ങൾക്ക് ഒരു അസുഖവും വരില്ല. വാർദ്ധക്യം മാഞ്ഞുപോകും.
വാർദ്ധക്യം അടുത്തുപോലും വരില്ല. പുരുഷശക്തി നിലനിൽക്കും. നമ്മുടെ മഹാത്മാ ബുദ്ധനെപ്പോലെ മുഖത്ത് തിളക്കം നിലനിൽക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അടുത്ത ഉപദേശം ഇതാണ്: നാളെ മുതൽ രാവിലെ 7 മുതൽ 8 വരെ മണിക്കുള്ളിൽ എല്ലാവരും ആപ്പിൾ കഴിച്ചിരിക്കണം. ആപ്പിൾ കഴിഞ്ഞ് 2.5 മണിക്കൂറിന് ശേഷം എല്ലാവരും വയറുനിറയെ ഭക്ഷണം കഴിക്കണം, എന്നും കഴിക്കുന്നതുപോലെ. ഭക്ഷണം കഴിച്ച ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് കേട്ടോളൂ. ഭക്ഷണം കഴിച്ച ശേഷം റൊട്ടി, ചപ്പാത്തി കഴിക്കണം. മൾട്ടി ഗ്രെയിൻ റൊട്ടി, അതായത് മിക്സഡ് ധാന്യങ്ങൾ കൊണ്ടുള്ള റൊട്ടി. അദ്ദേഹം പറഞ്ഞു, അതിൽ ഗോതമ്പ് പാടില്ല. ഗോതമ്പ് നല്ലതല്ല. ചോളം, തിന, കടല, ബജ്ര, മെയ്സ്, ഗ്രാം എന്നീ 3 സാധനങ്ങൾ ചേർത്ത് റൊട്ടി ഉണ്ടാക്കണം. എല്ലാവരുടെയും പാത്രത്തിൽ ഈ റൊട്ടിയും ഒരു പാത്രം പരിപ്പും ഡാൽ ഉണ്ടാകണം. അതിൽ നെയ്യ് ചേർക്കണം. പിന്നെ ഒരു പാത്രം പച്ചക്കറി, മിക്സ് വെജ് ഉണ്ടായിരിക്കണം. അത് സീസൺ അനുസരിച്ചുള്ള പച്ചക്കറിയായിരിക്കണം. സീസൺ അല്ലാത്ത പച്ചക്കറികൾ കഴിക്കരുത്. കാരണം അത് സ്റ്റോർ റൂമിൽ പഴയതായി സൂക്ഷിച്ചു വെച്ചതാകും. ഭക്ഷണം കഴിഞ്ഞ് 30 മിനിറ്റിന് ശേഷം എല്ലാവരും 1 കപ്പ് തൈര് കഴിക്കണം. ഭക്ഷണത്തിൽ ഇതും ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഭക്ഷണം കഴിഞ്ഞ് അരമണിക്കൂറിന് ശേഷം തൈരിൽ ശർക്കര ചേർത്ത് കഴിച്ചാൽ നിങ്ങളുടെ ഭക്ഷണം വളരെ എളുപ്പത്തിൽ ദഹിക്കും. ശിഷ്യൻ പറഞ്ഞു, ഇതാണ് ഇന്നത്തെ ഉപദേശം. നാളെ എല്ലാവരും ഇത് പാലിച്ചു വരണം. എല്ലാവരും സന്തോഷത്തോടെ വീടുകളിലേക്ക് പോയി. ഉപദേശത്തിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും അത് പാലിച്ചു. പിറ്റേന്ന് സഭയിൽ എല്ലാവരും ഹാജരായി. നിങ്ങൾക്കെന്തു തോന്നുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഭഗവാനെ, ഞങ്ങൾക്ക് അസുഖമൊന്നുമില്ല. ഞങ്ങൾ പൂർണ്ണമായും സുഖമായി. ഞങ്ങളെപ്പോഴെങ്കിലും രോഗികളായിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നുന്നേയില്ല. മഹാരാജാവിന് വീണ്ടും സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, ഭക്ഷണം കഴിച്ചതുകൊണ്ടുതന്നെ എല്ലാവരും സുഖം പ്രാപിച്ചല്ലോ. ഭക്ഷണം കൊണ്ട് എല്ലാ അസുഖങ്ങളും മാറി. എല്ലാവരുടെയും അമിതവണ്ണം തനിയെ കുറഞ്ഞതുപോലെ തോന്നി. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, നിൽക്കൂ, ഇനിയും ചിലത് ബാക്കിയുണ്ട്. അടുത്തത് കേൾക്കൂ. ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഭക്ഷണവും വെള്ളവും ഒന്നിച്ച് കഴിക്കരുത്. ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരിറക്ക് വെള്ളം ഇടയ്ക്ക് കുടിക്കാം. പക്ഷേ 1 ഗ്ലാസ് വെള്ളം ഒന്നിച്ചു കുടിക്കരുത്. ഭക്ഷണം കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം മാത്രമേ വയറു നിറയെ വെള്ളം കുടിക്കാവൂ. ഇപ്പോൾ എല്ലാവരും 10 മുതൽ 11 വരെ മണിക്ക് ഭക്ഷണം കഴിച്ചു എന്ന് കരുതുക. വീണ്ടും വിശക്കുമ്പോൾ, അതായത് വൈകുന്നേരം 4 മുതൽ 5 വരെ മണിക്ക് എല്ലാവരും ഒരു പ്ലേറ്റ് സാലഡ് കഴിക്കണം. സാലഡ് അവരവരുടെ ശരീരഭാരത്തിനനുസരിച്ചാണ് എടുക്കേണ്ടത്. ഉദാഹരണത്തിന് 50 കിലോ ഭാരമുള്ളവർ അതിന്റെ ശതമാനമനുസരിച്ച് എടുക്കുക. 60 കിലോ ഉള്ളവർ 300 ഗ്രാം, 70 കിലോ ഉള്ളവർ 350 ഗ്രാം, 80 കിലോ ഉള്ളവർ 400 ഗ്രാം സാലഡ് നിർബന്ധമായും കഴിക്കണം. സാലഡിൽ എന്തൊക്കെ ഉണ്ടാകണം? ക്യാരറ്റ്, ബീട്രൂട്ട്, മുള്ളങ്കി, തക്കാളി, 1 കഷ്ണം ഇഞ്ചി, 3 മുതൽ 4 വരെ വെളുത്തുള്ളി അല്ലികൾ. രുചിക്ക് വേണ്ടി ഇന്ദുപ്പോ, ബ്ലാക്ക് സോൾട്ട്, വറുത്ത ജീരകമോ ചേർക്കാം. സാലഡ് കഴിക്കുന്നതിന് മുൻപ് മറ്റൊന്നും കഴിക്കാനോ കുടിക്കാനോ പാടില്ല. ഇത് പാലിക്കുക. അന്നത്തെ സഭ അവസാനിച്ചു. പിറ്റേന്ന് സഭയിൽ എല്ലാവരോടും ചോദിച്ചു, നിങ്ങളുടെ ശരീരം എങ്ങനെ അനുഭവപ്പെടുന്നു? എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരിയും തേജസ്സുമുണ്ടായിരുന്നു. അവരുടെ പ്രായം കുറഞ്ഞതുപോലെ തോന്നി. രാജാവ് വളരെ സന്തുഷ്ടനായി. അദ്ദേഹം ബുദ്ധന്റെ കാൽക്കൽ വീണു പറഞ്ഞു, അങ്ങ് ധന്യനാണ് ഭഗവാനെ. അങ്ങ് ഭക്ഷണം കൊണ്ട് തന്നെ എല്ലാവരെയും സുഖപ്പെടുത്തി. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, മഹാരാജാവേ, നിൽക്കൂ, ഇനിയും ഉപദേശങ്ങൾ ബാക്കിയുണ്ട്. മുഴുവൻ ഉപദേശങ്ങളും പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഭഗവാനെപ്പോലെ ആർക്കും അസുഖമുണ്ടാവില്ല, ആർക്കും വാർദ്ധക്യം വരില്ല. രാജാവ് പറഞ്ഞു, വേഗം പറയൂ ഗുരുവേ, എനിക്കെല്ലാം കേൾക്കണം. എനിക്കും ഇപ്പോൾ അസുഖമൊന്നുമില്ലാത്തതുപോലെ തോന്നുന്നു. ഞാൻ 16 വയസ്സുകാരനായതുപോലെ തോന്നുന്നു. ശിഷ്യൻ തുടർന്നു, ഇനി രാത്രിയിൽ എന്തു ചെയ്യണം? രാത്രി ഭക്ഷണം സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് കഴിച്ചിരിക്കണം. കാരണം സൂര്യപ്രകാശം വയറ്റിൽ തട്ടുമ്പോൾ നമ്മുടെ ദഹനവ്യവസ്ഥ, ആമാശയം നന്നായി പ്രവർത്തിക്കും. സൂര്യപ്രകാശം കുറയുമ്പോൾ ആമാശയത്തിന്റെ പ്രവർത്തനം കുറയും. അതുകൊണ്ടാണ് ഋഷിമുനിമാർ സൂര്യൻ അസ്തമിക്കുന്നതിന് 1 മണിക്കൂർ മുൻപേ ഭക്ഷണം കഴിച്ചിരുന്നത്. ഇതിന് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ഭക്ഷണം കഴിച്ചാൽ ദഹനം നേരത്തെ തുടങ്ങും. നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോഴേക്കും 3 മുതൽ 4 വരെ മണിക്കൂറിനുള്ളിൽ ഭക്ഷണം പൂർണ്ണമായും ദഹിച്ചിട്ടുണ്ടാകും. ഇത് നിങ്ങൾക്ക് നല്ല ഉറക്കം നൽകും. വൈകി ഭക്ഷണം കഴിച്ചാൽ അത് ദഹിക്കില്ല, ഉറക്കവും കിട്ടില്ല, അസുഖങ്ങൾ വരും. അതുകൊണ്ട് രാത്രി ഭക്ഷണം 1 മണിക്കൂർ മുൻപേ കഴിക്കുക. രാത്രി എന്താണ് കഴിക്കേണ്ടത്? മൾട്ടിഗ്രെയിൻ റൊട്ടി, സീസണൽ പച്ചക്കറികൾ. 2 കാര്യങ്ങൾ കൂടി കഴിക്കണം. എത്ര കഴിക്കണം? വളരെ കുറച്ച് മാത്രം. ഭക്ഷണം കഴിച്ചില്ല എന്ന് തോന്നുന്നത്ര ലഘുവായിരിക്കണം. അതിന് 1 മണിക്കൂറിന് ശേഷം 1 ഗ്ലാസ് പാല് കുടിക്കണം. അതിൽ 3 ഗ്രാം മഞ്ഞൾപ്പൊടി ചേർക്കണം. മഞ്ഞൾ ശുദ്ധമായ വീട്ടിലുണ്ടാക്കിയതാകണം, കടയിൽ നിന്ന് വാങ്ങിയതാകരുത്. അത് തിളപ്പിച്ച് ആറിയ ശേഷം കുടിക്കണം. മഞ്ഞൾപ്പാൽ സകല രോഗങ്ങളെയും നശിപ്പിക്കും. അത്രയ്ക്ക് ശക്തിയുള്ളതാണത്. പാൽ കുടിച്ച് ഉടനെ ഉറങ്ങാൻ പോകരുത്. 1-2 മണിക്കൂറിന് ശേഷമേ ഉറങ്ങാവൂ. രാത്രി 10 മണിക്ക് മുൻപ് ഉറങ്ങണം. 10 മണിക്ക് ഉറങ്ങിയാൽ നല്ല ഉറക്കം ലഭിക്കും. ഭക്ഷണം നന്നായി ദഹിക്കും. നല്ല ഉറക്കം കിട്ടിയാൽ രാവിലെ 4 മണിക്ക് തനിയെ എഴുന്നേൽക്കാൻ കഴിയും. മാനസിക സമ്മർദ്ദമോ അസുഖങ്ങളോ ഉണ്ടാവില്ല. അവസാനമായി ശിഷ്യൻ പറഞ്ഞു, ശ്രദ്ധിച്ചു കേൾക്കൂ, എല്ലാവരും വർത്തമാനകാലത്തിൽ ജീവിക്കണം. കുട്ടികളെപ്പോലെ ജീവിക്കണം.
കൊച്ചുകുട്ടികൾക്ക് ടെൻഷനുണ്ടാവില്ല. അമ്മ അയൽവാസിയുമായി വഴക്കിട്ടാൽ അവർക്ക് പ്രശ്നമില്ല. വീട്ടിൽ ഭക്ഷണമുണ്ടോ എന്നൊന്നും അവർ ചിന്തിക്കില്ല. കിട്ടുന്നത് കഴിച്ച് അവർ കളിക്കും. വയർ നിറഞ്ഞാൽ അവർക്ക് വേറൊന്നും വേണ്ട. അതുകൊണ്ട് നിങ്ങളും വർത്തമാനകാലത്തിൽ ജീവിക്കുക. ഭാവിയെക്കുറിച്ചോ ഭൂതകാലത്തെക്കുറിച്ചോ ഓർത്ത് വിഷമിക്കരുത്. ഇന്ന് നമ്മുടെ കൂടെയുള്ളതിൽ സന്തോഷിക്കുക. അങ്ങനെയായാൽ മാനസിക സമ്മർദ്ദമോ അസുഖങ്ങളോ ഉണ്ടാവില്ല. ഈ നിയമങ്ങളെല്ലാം പാലിക്കണം. ഒരു കാര്യം കൂടി, പുറത്തുനിന്നുള്ള ഭക്ഷണം, ഔട്ട്സൈഡ് ഫുഡ് ഒരിക്കലും കഴിക്കരുത്. വീട്ടിൽ ശുദ്ധമായി ഉണ്ടാക്കിയത് മാത്രം കഴിക്കുക. കാരണം പുറത്തെ ഭക്ഷണത്തിൽ മായം കൂടുതലായിരിക്കും. ഈ ഉപദേശങ്ങൾ പാലിക്കുന്നവർക്ക് ഒരിക്കലും വാർദ്ധക്യം വരില്ല, അസുഖങ്ങളുണ്ടാവില്ല. എല്ലാവരും ഇത് പാലിക്കുക. 1 മാസത്തിനു ശേഷം വീണ്ടും സഭ കൂടും. അങ്ങനെ സമയം കടന്നുപോയി. 1 മാസത്തിനു ശേഷം മഹാത്മാബുദ്ധൻ വീണ്ടും രാജാവിന്റെ അടുത്തെത്തി. രാജാവ് ഓടിച്ചെന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. വരൂ ഗുരുവേ, ഇത് അങ്ങയുടെ രാജ്യമാണ്. മഹാത്മാബുദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. രാജാവേ, അങ്ങയുടെ പ്രജകൾ എങ്ങനെയുണ്ട്? രാജാവ് പറഞ്ഞു, ഭഗവാനെ, അങ്ങ് നൽകിയ ഉപദേശങ്ങൾ കാരണം എന്റെ രാജ്യത്ത് 60 വയസ്സുള്ളവർ പോലും ഇപ്പോൾ 21 വയസ്സുള്ളവരെപ്പോലെ തോന്നിക്കുന്നു. എല്ലാവരുടെയും വാർദ്ധക്യം സ്തംഭിച്ചുപോയി. രാജ്യത്തെ ജനങ്ങൾ വിശ്രമിക്കുകയാണ്. കാരണം ആർക്കും മരുന്നിന്റെ ആവശ്യമില്ല. എല്ലാവരും പൂർണ്ണ ആരോഗ്യവാന്മാരാണ്. എന്റെ പ്രജകൾ വളരെ സന്തോഷത്തിലാണ്. സുഹൃത്തുക്കളെ, ആരോഗ്യത്തിനു വേണ്ടിയുള്ള മഹാത്മാബുദ്ധന്റെ ഈ 12 ഉപദേശങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ അനുഭവപ്പെട്ടു? കമന്റ് ചെയ്ത് തീർച്ചയായും അറിയിക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നമോ ബുദ്ധായ എന്ന് കമന്റ് ചെയ്യുക. പുതിയൊരു അറിവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നന്ദി.